നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്ന് വിചാരിക്കും. അതായത് നമ്മൾ മുന്നുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലീൻ്റെ ഒരു പകുതിയുടെ പകുതി ജോലി പോലും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ദിവസം ചെയ്തിട്ടില്ല. ഈ വീഡിയോ കാണുന്നതിൽ 100% ഒരു 80-85% ആൾക്കാർക്കും ആ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര കുറ്റബോധമായിരിക്കും. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ വെറുതെ ഇരുന്നിട്ട് എത്ര സമയമോ കാട്ടിക്കളഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കുറ്റബോധമായിരിക്കും അല്ലേ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മറ്റ് ഓഫീസിലൊക്കെ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 1 ദിവസം അവർക്ക് ഓഫ് ഡേ കിട്ടും. പക്ഷേ വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരാൾക്ക് 365 ദിവസം അവർക്ക് വർക്ക് മോഡ് ഓണായിരിക്കും അല്ലേ. ഒരു ദിവസം പോലും അവർക്ക് ഓഫ് ഡേ കിട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളുടെ സമയവും നമ്മളുടെ സാഹചര്യമൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആഴ്ചയിൽ ഒരിക്കൽ ഓഫ് എടുത്തുകൂടാ. ഇന്ന് സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ ഓഫ് ഡേ ആണ്. അതുകൊണ്ട് എനിക്കും ഇന്ന് ഓഫ് ഡേ ആണ് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ടു ഡു ലിസ്റ്റ് ഇല്ല. ഞാൻ എല്ലാ ദിവസവും നമ്മൾ അറ്റ്ലീസ്റ്റ് തറയെങ്കിലും അടിച്ചൊക്കെ ഇടൂലേ, അതുപോലെ ഞാനിന്ന് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് എനിക്ക് റെസ്റ്റാണ്. ഇപ്പം നിങ്ങൾ മനസ്സിൽ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടാവും. നിങ്ങൾ അവിടെ 2 പേര് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട, വേറെ ആർക്കും വേണ്ടി കുക്ക് ചെയ്യേണ്ട, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന തോട്ട്. അതെ, സത്യമാണ്. ഓരോരുത്തരുടെയും സിറ്റുവേഷൻസും ലൈഫ് എല്ലാം വ്യത്യസ്തമാണ്. അതനുസരിച്ചൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സീരിയസ്ലി എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല. നമുക്കവിടെ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക, എനിക്ക് തോന്നണ പോലെ എഴുന്നേക്കാൻ പറ്റില്ല. ഇന്നൊരു ദിവസം കുക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പം ഈ പറയണത് പോലെ എല്ലാ ആഴ്ചയിലും മറ്റുള്ളവരെ പോലെ ഓഫ് ഡേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മാസത്തിലും പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് സമയം, കുറച്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കണം കേട്ടോ. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അത് ചുമ്മാ ഒരു എന്താ പറയുക, നമ്മളവിടെ വെറുതെ ചൊറിയും കുത്തി മടി പിടിച്ചിരിക്കുന്നു എന്നല്ല ഒരു ദിവസം റെസ്റ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ടി വിനെ മാറ്റി പിടിച്ചിട്ട് ഫോൺ പിടിക്കാം. നമ്മൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 100% ചാർജ് ആക്കിയിട്ട് അത് കുറഞ്ഞ് വന്ന് ഓഫായി പോകൂലേ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്നതാണ് കേട്ടോ ഈ റെസ്റ്റ് ഡേയ്സ്. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ദിവസം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ഞങ്ങൾ രാവിലെയല്ല എപ്പോഴാണ് എഴുന്നേറ്റെന്ന് കേട്ടാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ, അതായത് രാവിലെ തന്നെ എപ്പോഴും ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞെട്ടിപ്പോവും. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എഴുന്നേറ്റത്. പിന്നെ ഞങ്ങൾക്ക് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല കേട്ടോ. കാരണം ഏട്ടന് മിഡ് ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും ഇയർലി ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക ഒരു 10-10:30 ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓഫിൻ്റെ തലേ ദിവസം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഹറിബറി ഇല്ല, നമുക്ക് എവിടെയും പോവണ്ട. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയിട്ടുള്ളത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തു, കംപ്ലീറ്റ് റെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3 നേരത്തെയും ഭക്ഷണം നമ്മൾ പുറത്തുനിന്നൊന്നുമല്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ചെയ്യത്. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഓഫ് ഡേ ആയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അധികം പണിയൊന്നും നമുക്ക് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഓട്സിൻ്റെ ഓംലേറ്റ് ആണ്. ഒരു പണിയും ഇല്ല. ആകെ കൂടെ ഒരു കുഞ്ഞ് ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം തക്കാളി, സവാള, ഇത്രയും മാത്രം അരിഞ്ഞാൽ മതി. അത് പകുതി സവാള, പകുതി തക്കാളി, പകുതി ക്യാരറ്റ്. ഇതൊക്കെ കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ പോലും വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് റെഡിയാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്കിപ്പം ഇന്നൊരു ദിവസം അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഓഫ് ഡേ എടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ചെയ്തു വെക്കുക. അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ റെസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഫുൾ നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു മീനിങ് അവിടെ ഇല്ല കേട്ടോ. പിന്നെ യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏട്ടൻ കുക്ക് ചെയ്യും. ഇപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറയുന്ന സംഗതി ഇല്ല. നമ്മളിപ്പം 1:30 എഴുന്നേറ്റപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ലഞ്ചും കേട്ടോ. അപ്പോൾ യൂഷ്വലി ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏട്ടൻ കുക്ക് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾക്ക് പ്രോൺസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് എനിക്ക് റെസ്റ്റ് ഡേ ആണ്, ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തലേ ദിവസം കറിയൊക്കെ ആക്കി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ജസ്റ്റ് ചോറ് കുക്കറിൽ മാത്രം ഇട്ടിട്ടൊന്ന് ആക്കിയാൽ മതി. അതിന് നമുക്ക് അധിക സമയമൊന്നും വേണ്ട. പിന്നെ ഇന്ന് ഞാൻ ചെയ്ത വേറൊരു പണി ഇതാണ്. ബെഡൊന്ന് മാറ്റിയിട്ടു.
പിന്നെ പിറ്റേ ദിവസം എൻ്റെ കെട്ടിയൊരു ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് അലക്കാനുള്ള ഏട്ടൻ്റെ യൂണിഫോം ഞാൻ അലക്കി അത്രേ ഇട്ടു. പിന്നെ ആ അലക്കി മാറ്റിയ സമയത്ത് ഉള്ള ഡ്രസ്സ് ഒന്ന് മടക്കി വെച്ചു. അതാണ് ഈ ദിവസം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മെയിനായിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വരുന്നത് കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇൻറ്റൻഷനലി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പിറ്റേ ദിവസം ഈസി ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഭക്ഷണമാണല്ലോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക അവിഭാജ്യ ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റല്ലേ. ഇതിപ്പോൾ ഒരാളുടെ ഓഫ് ഡേയുടെ അന്ന് നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കും ഓഫ് ഡേ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ എല്ലാവർക്കും ആ സെയിം ദിവസം തന്നെ ആയിരിക്കില്ല. പല വീടുകളിലും ചിലപ്പോൾ ഭർത്താവിനും മക്കൾക്കും ഒക്കെ അവധി വരുന്ന ദിവസമായിരിക്കും കൂടുതൽ കുക്കിങ്ങൊക്കെ. അതായത് വിഭല സമൃദ്ധമായിട്ട് സദ്യയൊക്കെ ഒരുക്കി കുക്ക് ചെയ്യുന്നത് ആ ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട്, അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഓരോരുത്തരുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസും എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, അങ്ങനെ വരുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ. ചിലപ്പോൾ ഭർത്താവിന് ഓഫീസിൽ ടീം ലഞ്ച് ഉണ്ടായിരിക്കാം, കുട്ടികൾക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെയോ ഫുഡ് കൊടുക്കുന്ന ദിവസം ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ അത്രയും കുക്കിങ്ങും സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കേണ്ടി വരണ്ടാവുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് പ്ലാൻ ചെയ്യുക, ഡിന്നറിന് വേണ്ടിയിട്ടുള്ളത് തലേ ദിവസമേ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ. പിന്നെ ഈ റെസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ, നിന്റെ തിരുനടയിൽ നറുനീത്തിരിക്കതിരായി ആരുമറിയാതെ എന്നും വീണിരിഞ്ഞിടാം. സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, ഇന്നുമീ ശ്രീലകം ധന്യമായിടൂ, ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രികയായി. ഈ പാട്ടാണ് ഇപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കണേ. പക്ഷേ കരോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഞാനത് വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ എൻ്റെ കല ഞാൻ പുറത്തെടുത്തതാണ് കേട്ടോ. ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓഫ് ഡേയിൽ ഞാൻ ചെയ്യുന്ന വേറൊരു കലാരൂപമാണിത്. ഏട്ടൻ ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കും, ഞാനിവിടെ ഇരുന്ന് പാട്ട് പാടും. ഇതുപോലെ നിങ്ങളെടുക്കുന്ന ഓഫ് ഡേയിൽ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാതിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഹോബീസ്, പാഷൻ അതൊക്കെ പൊടി തട്ടി എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ വീട്ടുജോലി, കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, പാത്രം കഴുകുന്നു, തറ തുടയ്ക്കുന്നു, അലക്കുന്നു, മടക്കുന്നു, ഈ വക പണികൾ മാത്രമായിരിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ കൊച്ചു നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും, ഇതിപ്പം ഞാൻ വല്ല അടിപൊളിയായിട്ട് പാടിയിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിഷ്ടമാണ്. അതിങ്ങനെ നമ്മൾ പൊടിയെ തട്ടിയെടുക്കുക. പിന്നെ എൻ്റെ കെട്ടുവിനൊരു പാർട്ടി ഉണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ. അതുകൊണ്ട് ഇപ്പോൾ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ആരുമില്ല, ഉള്ളവർക്കൊക്കെ തിരക്കൊക്കെയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട് മറ്റൊരു കാര്യമായിട്ടുള്ള വായനയും അതോടൊപ്പം ഞാനൊരു മോമോസും കൂടെ ഓർഡർ ചെയ്തു. ഹാപ്പി. കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിട്ട് പിന്നെ മോമോസും എനിക്കിഷ്ടപ്പെട്ട ഒരു സീരീസും അതെല്ലാം കൂടെ കണ്ട് ഞാൻ എൻ്റെ റെസ്റ്റ് ഡേ അടിപൊളിയായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് റീചാർജായി, നല്ല അടിപൊളിയായി, 100/100 അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടെ മുന്നത്തെ ദിവസത്തിനേക്കാട്ടിലും കുറച്ചും കൂടെ ഡബിൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഓഫ് ഡേ എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ.